Greetings in Jesus' mighty name. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. It's always a joy to be in the house of God, ദൈവഭവനത്തിലായിരിക്കുവാൻ കഴിയുന്ന വലിയൊരു സന്തോഷമാണ്. worshiping together with the family of God. ഒന്നിച്ച് ദൈവകുടുംബത്തോട് ഒന്നിച്ച് ആരാധിക്കുവാൻ കഴിയുന്നു. Especially this home where God has done so much in and through our lives over the last many years. പ്രത്യേകമായിട്ട് ഈ ഭവനത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ദൈവം ഞങ്ങളിലൂടെയും ഞങ്ങളിലും അനേക കാര്യങ്ങൾ ചെയ്തിരിക്കുന്നിടത്ത് God is also blessing the work that we are now pioneering into the Middle East, and God has been really faithful as the work is growing. മിഡിൽ ഈസ്റ്റിൽ കർത്താവ് ഞങ്ങളോട് ചെയ്യുന്നതായിട്ടുള്ള ആ വേല വളരുന്നു. ദൈവം വിശ്വസ്തമായിട്ട് ആ കാര്യവും ചെയ്യുന്നു. I thank God for every opportunity God gives that for me to be able to also come and just be with everyone here. ഓരോ തവണയും ഇവിടെ കടന്നു വന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ ദൈവം തരുന്ന ഓരോ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. We are praying for you. We rejoice every time we come, and we look forward to seeing what God can do through our lives in the nations of the world. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളോടൊപ്പം സന്തോഷിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ദൈവത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുവാൻ കഴിയുമെന്നുള്ളത് ഞങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. I want us to turn our Bibles to Matthew's Gospel, chapter 4, and we are going to read from verse 1 through 4. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെതായുള്ള 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഈ പ്രഭാതത്തിൽ ശ്രദ്ധിക്കാം. Matthew's Gospel, chapter 4, verse 1 through 4. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. The Bible says, "Then Jesus was led up by the Spirit into the wilderness to be tempted by the devil." അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. And after he had fasted 40 days and 40 nights, he then became hungry. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. And the tempter came and said to him, അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, "If you are the Son of God, command that these stones become bread." നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. But he answered and said, "It is written, man shall not live on bread alone, but on every word that proceeds out of the mouth of God." അതിന് അവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. Man shall not live by bread alone, but by every word that comes from the mouth of God. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. I want to make a declaration from scripture that may shock you. ഇന്ന് തിരുവചനത്തിൽ നിന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം ഞാൻ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. അത് ഒരുപക്ഷെ നിങ്ങളെ ഞെട്ടിപ്പിച്ചേക്കാം. Jesus told Satan, "Man shall not live by bread alone." യേശു പിശാചിനോട് പറയുകയാകുന്നു, അതായത് മനുഷ്യൻ ദൈവവചനത്താൽ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. By which man shall not live by his provision alone. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മനുഷ്യൻ തന്റേതായിട്ടുള്ള തന്റെ കയ്യിലുള്ള കാര്യങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് മാത്രമല്ല താൻ ജീവിക്കുന്നത്, but by every word that comes from the mouth of God. എന്നാൽ ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും. It suddenly dawned on my heart. അത് എന്റെ ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിച്ചു. Anyone who is unable to live by the word of God dwelling in our hearts has truly not been living. ഏതൊരു വ്യക്തിയാണെങ്കിലും ശരി, നമ്മുടെ ഹൃദയത്തിനകത്തുള്ള തിരുവചനത്തിൽ അനുസരിച്ച് ജീവിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ആ വ്യക്തി യഥാർത്ഥത്തിൽ ജീവിക്കുകയല്ല. Everyone without the living and active word of God working in our heart is not living, is actually dead. ഏതൊരു വ്യക്തിയും ജീവനുള്ള സജീവമായിട്ടുള്ള ആ തിരുവചനം കൊണ്ട് ജീവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ആ വ്യക്തി യഥാർത്ഥത്തിൽ ജീവിക്കുകയല്ല. We may be living in the physical but dead in the spiritual. നാം ഒരുപക്ഷെ ഭൗതികമായിട്ട് നാം ജീവിക്കുന്നുണ്ടാകാം, എന്നാൽ ആത്മമണ്ഡലത്തിൽ നാം മരിച്ചിരിക്കുന്നു. What do most people live by? അനേക വ്യക്തികൾ അല്ലെങ്കിൽ അധികമായിട്ടുള്ള വ്യക്തികൾ എങ്ങനെ സാധാരണ രീതിയിൽ ജീവിക്കുന്നു? We live by our provisions. നാം നമ്മുടേതായിട്ടുള്ള നമുക്കുള്ളത് കൊണ്ട് ജീവിക്കുന്നു. We live by our knowledge. നമ്മുടെ വിവരം കൊണ്ട് അല്ലെങ്കിൽ അറിവ് കൊണ്ട് ജീവിക്കുന്നു. Some of us, but knowledge by which I mean what kind of information we have. നമ്മളിൽ ചിലർ ഈ അറിവ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കുള്ള വിവരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് കൊണ്ട്. Some people live by our reputation. ചിലരാണെങ്കിലോ അവരിലുള്ള സൽകീർത്തി കൊണ്ട് ജീവിക്കുവാൻ. Oh, this is who I am, this is what family I come from. ഞാൻ ഈ വ്യക്തിയാകുന്നു, ഞാൻ ഇന്ന കുടുംബത്തിൽ നിന്ന് കടന്നു വരുന്നു. Some people want to live by fame. I want to become famous. 5 minutes to fame or 1 minute to fame. ചിലരാണെങ്കിൽ ഒരു പ്രസിദ്ധി കൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാണ്. പ്രസിദ്ധിയിലേക്കുള്ള 5 നിമിഷങ്ങൾ അല്ലെങ്കിൽ 5 മിനിറ്റ്
മിനിറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ They become famous and then they don't know how to handle the fame. അവർ പ്രസിദ്ധരായി കഴിയുമ്പോൾ പിന്നെ ആ പ്രസിദ്ധി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയില്ല. People become rich and then don't know how to handle the riches. വ്യക്തികൾ ധനികരാകുന്നു, അതിനുശേഷം ആ ധനം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയുകയില്ല. It is like getting a car in your hand and driving without knowing how to drive. അത് നിങ്ങളുടെ കയ്യിൽ ഒരു കാർ കിട്ടി, എന്നാൽ കാർ ഓടിക്കണമെന്ന് എങ്ങനെ അറിയാത്ത സാഹചര്യം പോലെയാണ്. Many of us, we want to be known by our abilities. നമ്മിൽ പലരും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കഴിവുകളെ ആസ്പദമാക്കിയാണ്. Oh, what we are capable of doing. നമുക്ക് എന്തെല്ലാം ചെയ്യുവാൻ കഴിയും. Many of us want to be known by our connections, the contacts we have. നമ്മിൽ പലരും ചെയ്യുവാൻ അല്ലെങ്കിൽ അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സമ്പർക്കങ്ങളെ ആസ്പദമാക്കിയാണ്. Some people want to be known by their identity. I am so and so. ചില വ്യക്തികളാണെങ്കിൽ അവരുടേതായിട്ടുള്ള വ്യക്തിത്വത്തെ ആസ്പദമാക്കിയിട്ട് ഞാൻ ഇന്ന വ്യക്തിയാകുന്നു, ഇവിടെ ആയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. Some people like to live by the recognition we get from others. ചില വ്യക്തികൾക്കാണെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അവർക്ക് കിട്ടുന്ന അംഗീകാരത്തെ ആസ്പദമാക്കി ജീവിക്കുവാൻ The appreciation, the attention, the recognition. മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള ശ്രദ്ധ, മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന അംഗീകാരം, മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള ആ താല്പര്യം. And that is why so many people say, people say, oh, she gave me attention or he gave me attention and I fell in love and I went after them. അതുകൊണ്ടാകുന്നു പല വ്യക്തികളും പറയുന്നത് ആ വ്യക്തി എനിക്ക് വളരെ ശ്രദ്ധ തന്നു, ഇവൾ എന്നെ വളരെയധികം ശ്രദ്ധിച്ചു, അങ്ങനെ ഞാൻ ആകർഷിക്കപ്പെട്ട് ഞാൻ പ്രേമത്തിലായി. And so many times when we are a believer, we like to be known even by the amount of Bible knowledge we have. ചിലപ്പോൾ നാം വിശ്വാസികളാകുമ്പോൾ നമ്മളുടെ പക്കലുള്ള ആ ബൈബിളിനെ കുറിച്ചുള്ള അറിവ് അതിനെ അടിസ്ഥാനപ്പെടുത്തി നാം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. The church background we come from, നാം വരുന്ന സഭയുടെ പശ്ചാത്തലത്തെ ആസ്പദമാക്കി, our ministry skills, നമ്മുടെ ശുശ്രൂഷയിലുള്ള കഴിവുകളെ ആസ്പദമാക്കി, our positions in the ministry, ശുശ്രൂഷയിലുള്ള നമ്മുടെ സ്ഥാനങ്ങളെ ആസ്പദമാക്കി, various things become that which we live by. നാം ജീവിക്കുവാൻ കാരണമാകുന്ന അല്ലെങ്കിൽ എന്തിനെ അടിസ്ഥാനമാക്കി ജീവിക്കുന്നു എന്നുള്ള ഇപ്രകാരമുള്ള പലവിധമായുള്ള കാര്യങ്ങൾ. And suddenly that becomes our life. I've done better than them. പെട്ടെന്ന് അത് നമ്മുടെ ജീവിതമായി മാറും. നാം ചിന്തിക്കുകയാണ് ഞാൻ അവരെക്കാൾ മികച്ചവരാണല്ലോ. Yesterday some of my family were just asking me, how does it feel like, all these years after you're living, as you're looking back the last year, how does it feel like? എന്നോട് ഇന്നലെ എൻ്റെ കുടുംബത്തിലെ ഒരു വ്യക്തി ചോദിക്കുകയുണ്ടായിരുന്നു, കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ പുറകിലേക്ക് നോക്കുമ്പോൾ എന്തു തോന്നുന്നു ജീവിതത്തെക്കുറിച്ച്. And I said, I have one word that comes to my heart: grateful. എനിക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്ന ഒറ്റ ഒരു വാക്കുണ്ട്, അത് നന്ദി എന്നുള്ളതാകും. I'm just grateful to God for everything. ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനാകുന്നു സകലത്തിനായിട്ടും. We would never be able to have knowledge unless God gave us life. ദൈവം നമുക്ക് ജീവൻ തന്നില്ല എങ്കിൽ നമുക്കൊരിക്കലും അറിവുണ്ടാകുകയില്ലല്ലോ. We would never be able to have beauty unless God had allowed us to have beauty. നമുക്ക് ആ ഒരു സൗന്ദര്യം ദൈവം തന്നില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും ഉണ്ടാകുവാൻ കഴിയുകയില്ല. We'd never even be able to create wealth because the Bible says it is He who gives us the ability to make wealth. നമുക്ക് ധനം ഉണ്ടാകണമെങ്കിൽ ദൈവം തന്നേ മതിയാകൂ. തിരുവചനം പറയുന്ന ധനം ആർജിക്കുവാനുള്ള കരുത്ത് യഹോവയിൽ നിന്നുള്ളതാകും. Many people become famous. We would never have had the opportunity to be famous unless God had given us an opportunity. പല വ്യക്തികൾക്കും പ്രസിദ്ധിയുണ്ട്, അത് ദൈവം അതിൻ്റെതായുള്ള അവസരങ്ങൾ തന്നില്ല എങ്കിൽ ഒരു വ്യക്തിക്കും പ്രസിദ്ധനാകുവാൻ കഴിയുകയില്ല. So when I look back at my life, I get this one word: grateful. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ, ഞാൻ നന്ദിയുള്ളവനാണ്. I'm grateful for the opportunities I had. ദൈവം എനിക്ക് തന്നതായിട്ടുള്ള അവസരങ്ങളെ ഓർത്ത് എനിക്ക് നന്ദിയുണ്ട്. I'm also grateful for the doors that God shut. ദൈവം അടച്ച വാതിലുകളെ ഓർത്തും ഞാൻ ദൈവത്തിന് നന്ദി I'm പറയുന്നു. grateful for the platforms God has taken me to. ദൈവം എന്നെ കൊണ്ടുപോയതായിട്ടുള്ള വേദികളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I'm also grateful for the places I've been humiliated. അതോടൊപ്പം തന്നെ എനിക്ക് നിന്ന് ലഭിച്ചതായിട്ടുള്ള സ്ഥലങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി I'm പറയുന്നു. grateful for the joyful moments in life. എന്റെ ജീവിതത്തിലുള്ള നല്ല സന്തോഷമുള്ള സമയങ്ങളെ കുറിച്ച് എനിക്ക് നന്ദിയുണ്ട്. I'm also grateful for the storms that have come my way. അതോടൊപ്പം തന്നെ എന്റെ ജീവിതത്തിൽ കടന്നു വന്നതായിട്ടുള്ള കൊടുങ്കാറ്റിന്റെ അനുഭവങ്ങളെ കുറിച്ചും ഞാൻ നന്ദിയുള്ളവനാകും. Living a life of gratitude, not because I see value in what I have or what I've achieved, because I have known that I have spent my life not by living or for these things, but by living, pursuing the word of God. എന്റെ നേട്ടങ്ങളോ അല്ലെങ്കിൽ സുഖങ്ങളെ കുറിച്ചോ മാത്രം ചിന്തിച്ചുകൊണ്ടല്ല നന്ദിയുള്ളത്, എന്നാൽ ഞാൻ ഈ ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി ജീവിച്ചല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അതിന് എനിക്ക് ദൈവത്തോട് ഏറെ നന്ദിയുണ്ട്. I want us all to turn to Deuteronomy and chapter 8. ആവർത്തന പുസ്തകത്തിന്റെ 8-ാം അധ്യായത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. And I want us to look at this scripture because this is a command given to Israel when they are leaving Egypt and they are going into the promised land. ഇസ്രായേലർ മിസ്രയീം വിട്ട വാഗ്ദത്ത
ദേശത്തേക്ക് പോകുമ്പോൾ അവർക്ക് യഹോവ കൊടുക്കുന്ന കൽപ്പനയാകുന്നു ഇത്. And we're all like that. We say we have left our past life and we're looking forward to an eternity with Jesus Christ once we die. And so the time in between is the wilderness season that we're living in. നാം എല്ലാവരും അപ്രകാരമാണ്. നാം നമ്മുടെ മിശ്രയും അല്ലെങ്കിൽ നമ്മുടെ പഴയ ജീവിതം വിട്ട് യേശുവിൽ നിത്യതയിൽ ആയിരിക്കാൻ നാം ആഗ്രഹിക്കുമ്പോൾ നാം ഈ കാലയളവിൽ ഈ യാത്രയിലാകുന്നു. And this attempt to be famous and noticed and appreciated and all is the attempt to become famous in the wilderness. ഈ മരുഭൂമിയിലാണ് നാം പ്രസിദ്ധനാകാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധ ലഭിക്കാൻ നോക്കുമ്പോഴെല്ലാം ഈ മരുഭൂമിയിലാണ് നാം എന്നുള്ളത് പലപ്പോഴും നാം ഓർക്കണം. There's a friend of mine who recently had an experience where he was caught up in the spirit into heaven for a few hours. എൻ്റെ ഒരു സുഹൃത്ത് ഈ അടുത്ത താൻ സ്വർഗത്തിലേക്ക് ആത്മാവിൽ എടുക്കപ്പെട്ട അപ്രകാരം ഒരു അനുഭവം ഈ അടുത്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. And he came back from that experience. He was lying down in bed. He came back from the experience just weeping because of everything that happened in those few hours. ആ അല്പ മണിക്കൂറുകളിൽ നടന്ന കാര്യത്തെക്കുറിച്ചെല്ലാം അദ്ദേഹം അത് കഴിഞ്ഞതിന് ശേഷം വളരെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. He was a successful pastor, had a large church, was a world traveler, was becoming well known. അദ്ദേഹം വളരെ വിജയിയായിട്ടുള്ള ഒരു പാസ്റ്റർ ആകുന്നു. ലോകമെമ്പാടും അറിയപ്പെടുന്നതായിട്ടുള്ള ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരു പാസ്റ്ററാണ്. And he said something when he went to heaven. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം സ്വർഗത്തിൽ പോയപ്പോൾ He said, I don't know how to explain it. You know, as I was standing, I knew Jesus was there, and I could feel the love of God, not in my heart, but in every cell in my body. അദ്ദേഹം പറയുകയാകുന്നു, ഞാൻ സ്വർഗത്തിൽ പോയപ്പോൾ യേശു അവിടെ ഉണ്ടായിരുന്നു. യേശുവിന്റെ സ്നേഹം എനിക്ക് ഹൃദയത്തിൽ മാത്രമല്ല എൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളും എനിക്ക് അനുഭവിക്കുവാൻ He said, I don't know how to explain it, but I was feeling God's love in every cell. അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയുകയില്ല, എന്നാൽ അത് എനിക്ക് നിശ്ചയമായും എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നു ഓരോ കോശങ്ങളിലും. And he went on saying many things, but one thing he said, took my attention. എന്നാൽ അദ്ദേഹം വീണ്ടും വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ഒരു കാര്യം പറഞ്ഞത് എന്നെ ഏറെ ആകർഷിച്ചു. He said, one of the things I saw in heaven, he said, and mark this, he said, those that are famous on earth, even in the kingdom of God, most of them are not famous in heaven. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഭൂമിയിൽ പ്രസിദ്ധരായിരിക്കുന്ന, അത് ദൈവരാജ്യത്തിൽ തന്നെയാണെങ്കിലും ശരി, പ്രസിദ്ധരായിരിക്കുന്ന അനേകർ അവിടെ വലിയ പ്രസിദ്ധരൊന്നുമല്ല. And he said in his heart, he was thinking that he was shocked that many of the great men and women of God that are famous here on earth are not famous in heaven. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ വളരെ ഞെട്ടലോടെയാണ് പറഞ്ഞത്. അതായത് ഇവിടെ വലിയ പ്രസിദ്ധരെന്ന് എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരും ദാസിമാരും അവിടെ വലിയ പ്രസിദ്ധിയൊന്നുമില്ല. Many are living to be famous in the wilderness. ഈ മരുഭൂമിയിൽ അനേകർ ജീവിക്കുന്നത് പ്രസിദ്ധരാകുവാനാണ്. Many are living to become wealthy in the wilderness. ഈ മരുഭൂ യാത്രയിൽ വലിയ ധനികരാകുവാൻ അനേകർ ശ്രദ്ധിക്കുകയാണ്. Where the Egyptians took the ox and the cart and the domesticated animals and all of that, and in the wilderness one is saying, I have 5 cows or 3 oxen. How many do you have? മിസ്രൈമിൽ നിന്ന് അവർ ഇപ്രകാരമുള്ള കന്നുകാലികളെ എല്ലാം എടുത്തുകൊണ്ട് വരുമ്പോൾ അവർ ആ മരുഭൂ യാത്രയിൽ പറയുകയാണ്, എനിക്ക് 5 എണ്ണമുണ്ട്, നിനക്ക് എത്ര എണ്ണമുണ്ട്, അങ്ങനെ താരതമ്യം ചെയ്യുകയാണ്. And that kind of comparison is what we are doing today when we are comparing one with another, and we are trying to see who is famous in the wilderness, who is rich in the wilderness, who is noted and noticed in the wilderness. നാമും താരതമ്യം ചെയ്യുമ്പോൾ അതേ പ്രവണത തന്നെയാണ് കാണിക്കുന്നത്. ഈ മരുഭൂ യാത്രയിൽ ആർക്കാണ് അധികം ശ്രദ്ധ ലഭിക്കുന്നത്, ഈ മരുഭൂ യാത്രയിൽ ആർക്കാണ് അധികം ധനമുള്ളത് എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. In Deuteronomy and chapter 8, ആവർത്തന പുസ്തകത്തിന്റെ 8-ാം അധ്യായം, I want us to read this together because it's a very powerful scripture. ഇത് നമുക്ക് ഒന്നിച്ച് വായിക്കാം. ഇത് വളരെ ശക്തമായിട്ടുള്ള വേദവാക്യമാണ്. And I want you to read, Pastor Jijo, and read it slowly from verse 1 all the way to verse 20. 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. And I want you to listen to this carefully. ഇത് ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണമേ. നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. Okay, the whole thing. So he's beginning by saying, all the commandments that I'm commanding you today,
be careful to do that you may live. ഈ വാക്യം പറയുന്നത് നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് And നടക്കണം, that you may multiply. അങ്ങനെ നിങ്ങൾ വർദ്ധിക്കുകയും And that you may go and possess the land. അങ്ങനെ നിങ്ങൾ പിതാക്കന്മാരുടെ സത്യം ചെയ്ത ദേശം കൈവശമാക്കുകയും. The ability to possess the things of God and to possess an eternity with God is to do with loving Jesus also in the wilderness. ദൈവിക കാര്യങ്ങൾ പ്രാപിക്കുവാനും ദൈവത്തോടൊപ്പം നിത്യതയിലായിരിക്കുവാൻ കഴിയുന്നതിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ മരുഭൂയാത്രയിൽ നാം യേശുവിനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ്. And something powerful, he says, you shall remember all the way the Lord led you in the wilderness these 40 years. He humbled you, testing you to know what was in your heart. അതോടൊപ്പം തന്നെ ഈ രണ്ടാമത്തെ വാക്യം പറയുകയാവുന്ന ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെ നീ ഓർക്കണം. So what is this 70 or 80 years we are living here on earth? അപ്പോൾ ഈ 70-80 വർഷങ്ങൾ നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്താണ്? It is a period where God wants to know what is in your heart. അത് ദൈവം ശോധന ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാകും, നമ്മുടെ ഹൃദയത്തിൽ എന്താകുന്നു എന്ന് അറിവാനായി. Hallelujah. Hallelujah. He wants to know what is in our heart because he can send angels to do his bidding. നമ്മുടെ ഹൃദയത്തിൽ എന്താകുന്നു എന്നുള്ളത് ദൈവം അറിയാൻ ആഗ്രഹിക്കുന്നു. കാരണം ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൂതന്മാരെ അയക്കുവാൻ കഴിയുമല്ലോ. That he may test you and know what's in his heart, whether you will keep his commandments or not. തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി. Verse 3 says he humbled you and let you be hungry. മൂന്നാമത്തെ വാക്യം പറയുന്നത് അവൻ നിന്നെ താഴ്ത്തുകയും Go ahead, read നിന്നെ that. വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിനും നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. Look at this. The Bible is saying the purpose of manna was not feeding the stomachs. The purpose of manna was to let the people know that God can open the heavens and provide if he wants. അപ്പോൾ മന്ന എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ വിശപ്പ് ശമിപ്പിക്കുവാൻ വേണ്ടി കൊടുത്തതല്ല, എന്നാൽ ദൈവത്തിന്റെ ഉദ്ദേശം ഇതായിരുന്നു, ആവശ്യമെങ്കിൽ സ്വർഗം തുറന്ന് ആവശ്യമുള്ളത് നൽകുവാൻ ദൈവം ശക്തനെന്ന് വെളിപ്പെടുത്തുവാൻ. And by teaching the people that you shall not live only by bread, God can open the heavens and give bread if you want. അതോടൊപ്പം തന്നെ ജനത്തെ പഠിപ്പിക്കുവാനായിട്ട് നിങ്ങൾ അപ്പം കൊണ്ട് മാത്രമല്ല, എന്നാൽ ദൈവത്തിന് സ്വർഗം തുറന്ന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും എന്നുള്ളത് ഗ്രഹിപ്പിക്കേണ്ടതിന്. Verse 4 and 5. 4-ാമത്തെയും 5-ാമത്തെയും വാക്യം നാം നോക്കുമ്പോൾ ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ കാൽ വിങ്ങിയതുമില്ല. ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ച് വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം. So the wilderness experience was, he was saying, it was a time where God was disciplining on one side and providing on the other side. ഈ മരുഭൂയാത്ര എന്ന് പറയുന്നത് ഒരു വശത്ത് കർത്താവ് ശിക്ഷണം ചെയ്യുന്നു, എന്നാൽ മറുവശത്ത് കർത്താവ് കരുതുന്നു. I want you to know, after the cross of Jesus Christ, God is not moved by our tantrums while we are living in the wilderness. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം നാം ഈ മരുഭൂയാത്രയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ എന്തെങ്കിലും രീതിയിലും ഷാഠ്യമൊന്നും കണ്ട് കർത്താവിന് യാതൊരു വ്യത്യാസവുമില്ല. God is only moved by our humility. ദൈവം ചലിക്കുന്നത് നമ്മുടെ താഴ്മ കൊണ്ട് മാത്രമേ. Nothing else moves God. മറ്റൊന്നും ദൈവത്തിനൊരു വിഷയമല്ല. The Bible says he humbled them in the wilderness so that he can search their heart. തിരുവചനം പറയുന്നത് ദൈവം അവരെ താഴ്മപ്പെടുത്തി അത് മുഖാന്തരം അവരുടെ ഹൃദയത്തെ അറിയുവാൻ കഴിഞ്ഞു. And that they would keep the commandments of the Lord and fear him. ആകയാൽ തന്നെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവനെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കണം. Go ahead, read from verse 6 to 10. 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ, ആകയാൽ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവനെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കണം. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളുമുള്ള ദേശം, കോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവും ഉള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനും ഉള്ള ദേശം, സുഭിക്ഷമായി ഉപജീവനം കഴിയാകുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായിട്ടുള്ള ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടി എടുക്കുന്നതുമായിട്ടുള്ള ദേശം,
നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. So he's saying, God is saying, in this wilderness, you are looking forward to a land which God is going to give you. So the fame, the position, the wealth, the respect of the wilderness is nothing compared to what God is going to do. And so when God blesses you with that, God is saying, just live with gratitude in your heart. ദൈവം പറയുകയാകും, നിങ്ങൾ നോക്കുന്നതായിട്ടുള്ള ആ ദേശം ഏറെ അനുഗ്രഹിക്കപ്പെട്ട ദേശമാകുന്നു. അതുകൊണ്ട് ഈ മരുഭൂയാത്രയിലുള്ള ആ പ്രസിദ്ധി ഇതൊന്നും അതിനെ സംബന്ധിച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമല്ല. എന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. Now look at verse 11 through 14. 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ, നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കാതിരിപ്പാനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാക്കാതിരിപ്പാനും നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാനും നിന്നെ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയും ഉള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടെ നിന്നെ കൊണ്ടുവരികയും തീക്കൽ പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൻകാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്ന് നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവ നീ മറന്നു. And look what he's saying. He's saying, only beware that when you are doing well or God's blessing you, that you do not forget the Lord thy God. ദൈവം പറയുന്ന ഒരു കാര്യമാകും, നീ മികച്ചിരിക്കുമ്പോൾ, നീ എല്ലാം നന്നായിരിക്കുമ്പോൾ, നീ വർദ്ധിച്ചിരിക്കുമ്പോൾ നിന്റെ ദൈവത്തെ മറക്കാതിരിക്കാൻ നീ ശ്രദ്ധിക്കുക. Now people will say, I have not prospered like others. ചില വ്യക്തികൾ പറയുമായിരിക്കാം, മറ്റുള്ളവരെ പോലെ ഞാൻ അങ്ങനെ വലിയ സമൃദ്ധിയിലൊന്നും ആയിട്ടില്ല. But we are far more prosperous than most. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, എത്രയോ അധികം ആൾക്കാരെക്കാൾ നാം ഏറെ സമൃദ്ധിയിലായിരിക്കും. If you have 3 square meals a day, you are far more prosperous than most people in the world. നിങ്ങൾക്ക് 3 നേരം ഭക്ഷിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ലോകത്തിലുള്ള എത്രയോ പേരെക്കാൾ നിങ്ങൾ സമൃദ്ധിയിലായിരിക്കും. Do not forget, beware that you do not forget to keep the law of the Lord thy God. തിരുവചനം പറയുകയാകുന്നു, ഈ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കാൻ തക്കവണ്ണം നീ അത് മറക്കാതിരിക്കുക. When you have eaten and you are satisfied and built good houses and lived in them, and when your herds and flocks multiply, then your heart will become proud. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോൾ നിന്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാൻ. Your heart will become proud and you will forget the Lord who brought you out of the land of Egypt. നിന്റെ ഹൃദയം നിഗളിച്ച് ദൈവം നിന്നെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നല്ലോ എന്നുള്ളത് നീ മറന്നു പോകുകയും. Heart will become proud and we will forget the goodness of God. ഹൃദയത്തിൽ നിഗളിക്കുകയും ദൈവത്തിൻ്റെതായുള്ള നന്മയെ മറന്നു പോവുകയും ചെയ്യും. Every time we are living a life forgetting the goodness of God, a life without gratitude is a life and a heart full of pride. നാം ഏതെല്ലാം സമയത്ത് ദൈവത്തിന്റെ നന്മയെ മറന്നു ജീവിക്കുകയും നാം എപ്പോഴെല്ലാം ദൈവത്തോട് നന്ദിയില്ലാതെ ജീവിക്കുകയും ചെയ്യുന്നോ അപ്പോഴെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിഗളമുണ്ട്. And that's why Moses was warning them, when you come into the land and God prospers you and God blesses you, only be careful not to forget the Lord thy God. അതുകൊണ്ടാകുന്ന മോശ ഇവിടെ ആ ജനത്തെ താക്കീത് ചെയ്യുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ വാഗ്ദത്തദേശത്തേക്ക് വരുമ്പോൾ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ മറന്നു പോകരുത്. Verse 17, very very powerful verse. 17ാമത്തെ വാക്യം വളരെ ശക്തമായിട്ടുള്ള വാക്യമാകുന്നു. എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചുകൊള്ളണം. Verse 18. 18ാമത്തെ വാക്യം പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം, നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നു. And you will say, my hands made all this, I worked very hard for this, I did all of this. And God would say, you have forgotten the Lord thy God. He is the one who gives you ability to make wealth. ദൈവം പറയുക, നിങ്ങൾ പറയും, എന്റെ കരം കൊണ്ട് എന്റെ കഴിവ് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് സമ്പത്തുണ്ടായി. എന്നാൽ ദൈവം പറയും, നിങ്ങൾ എന്നെ മറന്നു കളഞ്ഞു, നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാകുവാൻ തക്കവണ്ണം ശക്തി തന്നത് ഞാനാകുന്നു. The moment I am saying I am the one who did all of this, God says, you proud person who's forgotten the Lord thy God. ഞാനാകുന്നു ഇങ്ങനെ ചെയ്തത്, ഞാൻ കാരണം ഇതെല്ലാം സംഭവിച്ചു എന്ന് പറയുമ്പോൾ ദൈവം പറയുക, നീ നിഗളിയായിരിക്കുന്നു, നീ ദൈവത്തെ മറന്നിരിക്കുന്നു. And the Bible says in verse 19 and 20, God pronounces a
curse upon Israel. 19-ാമത്തെയും 20-ാമത്തെയും വാക്യത്തിൽ ദൈവം ഇസ്രായേലിന്റെ മേൽ ഒരു ശാപം അവർ പറയുകയാണ്. Go ahead, read that. നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കുകയും അന്യ ദൈവങ്ങളെ പിന്തുടർന്ന് അവയെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ നിങ്ങൾ നശിച്ചു പോകും എന്ന് ഇന്ന് നിങ്ങളോട് സാക്ഷീകരിക്കുന്നു. God was testifying to the people of Israel and saying, you shall have no other God before me. ദൈവം ഇസ്രായേൽ ജനത്തോട് വ്യക്തമായി താക്കീത് ചെയ്യുകയാകുന്നു, അല്ലെങ്കിൽ സാക്ഷീകരിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ അല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്. God was telling the people of Israel, if you have any other gods, you will perish. ദൈവം ഇസ്രായേലിനോട് പറയുകയാകും, നിങ്ങൾക്ക് ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ നശിച്ചു പോകും. And this is the reminder for the body of Christ. If we have any other thing we worship in our heart, in the place of God, even our own selves, I did it, I worked hard, I'm the reason, God will say that you will perish in that pride. ഇതാകുന്നു ദൈവം ഇന്ന് ക്രിസ്തുവിന്റെ ശരീരത്തോട് പറയുന്നത്. യേശുവല്ലാതെ ആ ദൈവത്തിന്റെ സ്ഥാനം മറ്റ് എന്തിനു നൽകിയാലും ഒരുപക്ഷെ നമുക്ക് തന്നെ നാം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആ സ്ഥാനം ദൈവത്തിന് പകരമായി വെച്ചാൽ നാം നശിച്ചു പോകുമെന്ന് തിരുവചനം പറയുകയാണ്. So when Jesus was tempted in the wilderness, അതുകൊണ്ട് യേശു മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ, when Jesus looked at Satan and said, man shall not live by bread alone, യേശു പിശാചിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല he ജീവിക്കുന്നത്. was turning back to Deuteronomy 8 and reminding Satan about the promises of the Father and the warnings of the Father to the people of Israel. യേശു പിശാചിനെ ഓർമ്മിപ്പിക്കുകയാകുന്നു, അതായത് ആവർത്തന പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തോട് ദൈവത്തിൻ്റെതായിട്ടുള്ള നന്മയെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഈ ദൈവം നൽകിയ താക്കീതുകളെ കുറിച്ചും. When he said man shall not live by bread alone, he was saying it is God the Father who gave manna. മനുഷ്യൻ അപ്പത്താൽ മാത്രമല്ല ജീവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ യേശു പറയാൻ ഉദ്ദേശിച്ചത് ദൈവമാകുന്നു ഇസ്രായേലിയർക്ക് മന്ന നൽകിയത്. Oh, when he was tempted, said jump off if you're the son of God, he was dealing with the pride, and God told the people of Israel, be careful you don't become proud or God, or you will perish in the wilderness. യേശു പരീക്ഷിക്കപ്പെട്ടപ്പോൾ നീ ഇവിടെ നിന്ന് ചാടുക എന്ന് പറഞ്ഞ് തന്റെ അഹങ്കാരത്തെ ഇളക്കുവാൻ നോക്കിയപ്പോൾ യേശു പറയുകയാകുന്നു, അതായത് നിങ്ങൾ നിഗളിക്കാതിരിക്കണമെന്ന് തിരുവചനത്തിൽ പിതാവ് ഓർമ്മിപ്പിച്ചിരിക്കുന്നു. And when Satan told, bow down and worship me and I will give you all of this, Jesus reminded him of Deuteronomy 8, you shall worship the Lord thy God and you shall have no other God before you. നീ എന്റെ മുമ്പിൽ നമസ്കരിച്ചാൽ ഇത് മുഴുവൻ ഞാൻ നിനക്ക് നൽകാം എന്ന് പിശാചു പറഞ്ഞപ്പോൾ യേശു ആവർത്തന പുസ്തകത്തിൽ ഇത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാകുന്നു, നിനക്ക് യഹോവയല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്, അന്യ ദൈവങ്ങളെ നീ ആരാധിക്കരുത്. In the very areas that God had warned Israel and Israel failed, the very areas Satan now tempted Jesus, and Jesus came victorious over these areas. Hallelujah. ഇസ്രായേലിന് ഏതെല്ലാം മണ്ഡലത്തിൽ യേശു ദൈവം ജയിക്കണമെന്ന് ആഗ്രഹിച്ചോ അതേ മേഖലയിൽ തന്നെ യേശുവിനെ പിശാചു പരീക്ഷിച്ചു, എന്നാൽ യേശു ജയാളിയായി എഴുന്നേറ്റു. There's much in common between Deuteronomy 8 and Matthew's Gospel 4. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായവും ആവർത്തന പുസ്തകത്തിന്റെ 8-ാം അധ്യായവും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട്. The Bible says, remember how the Lord led you in the wilderness in Deuteronomy 8. തിരുവചനം പറയുകയാകുന്നു, അതായത് മരുഭൂമിയിൽ പിതാവ് നിങ്ങളെ എങ്ങനെ നയിച്ചു എന്ന് നിങ്ങൾ ഓർക്കുക. Matthew's Gospel 4 says, and the Spirit of the Lord led Jesus in the wilderness. തിരുവചനം പറയുന്നത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. 40 years Israel was in the wilderness. 40 വർഷങ്ങൾ ഇസ്രായേലർ ആ മരുഭൂമിയിലായിരുന്നു. 40 days Jesus was in the wilderness. യേശുക്രിസ്തു 40 പകലും 40 രാവും മരുഭൂമിയിലായിരുന്നു. Deuteronomy 8 says, God tells them, so that I might humble you, so that I can test your heart. ആവർത്തന പുസ്തകത്തിന്റെ 8-ാം അധ്യായത്തിൽ തിരുവചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ താഴ്മപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളെ താഴ്മപ്പെടുത്തി നിങ്ങളുടെ ഹൃദയം അറിയുവാൻ എന്ന് പറയുക. And the Bible says, and Jesus was tested in the wilderness. തിരുവചനം പറയുന്നു മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തു പരീക്ഷിക്കപ്പെട്ടു. And the Bible says, and he humbled you and let you be hungry. നിങ്ങൾ താഴ്മപ്പെടുത്തി നിങ്ങൾക്ക് വിശക്കുവാൻ അനുവദിച്ചു. And the Bible says in Matthew 4 that Jesus was hungry after the 40 days of fast. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം കാണുവാൻ കഴിയുന്നു, യേശു ഈ 40 ദിവസത്തിന് ശേഷം വിശന്നു എന്ന് തിരുവചനം പറയുന്നു. Bible says he fed you with manna that you did not know, nor did your fathers know. അപ്പോൾ തിരുവചനത്തിൽ ആവർത്തന പുസ്തകത്തിന്റെ 8-ാം അധ്യായത്തിൽ പറയുന്നത്, ദൈവം നിങ്ങൾക്ക് മന്ന തന്നു, നിങ്ങൾക്കോ നിങ്ങളുടെ പിതാക്കന്മാർക്കോ അത് അറിയുകയില്ല. We see how angels came and ministered to Jesus. നമുക്കറിയാം യേശുവിനെ എപ്രകാരം ദൂതന്മാർ
ദൂതന്മാർ വന്ന് ശുശ്രൂഷിച്ചു എന്നുള്ളത്. And then in Deuteronomy 8 it says that he might make you understand that man does not live by bread alone, but by every word that comes from the mouth of God. അതോടൊപ്പം തന്നെ ആവർത്തന പുസ്തകത്തിന്റെ 8-ാം അധ്യായത്തിൽ പറയുകയാകുന്നു, നിങ്ങൾ ഇത് അറിയേണ്ടതിന് മനുഷ്യൻ അപ്പം കൊണ്ടല്ല എന്നാൽ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്നുള്ളത്. Our lust is for the obvious. നമ്മുടേതായിട്ടുള്ള ആ ആഗ്രഹം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. To be noticed. നമുക്ക് ശ്രദ്ധ വേണം. Nobody tell me what to do. ആരും എന്ത് ചെയ്യണം എന്നോട് പറയണ്ട. Nobody control me. എന്നെ ആരും നിയന്ത്രിക്കരുത്. I know better than others. എനിക്ക് മറ്റുള്ളവരെക്കാൾ I'm the smartest. ഏറ്റവും മികച്ച വ്യക്തി ഞാനാണ്. I have everything. എനിക്കെല്ലാം ഉണ്ട്. The Bible says that pride will cause us to be destroyed. തിരുവചനം പറയുന്നത് ഈ നിഗളം നാശത്തിന് കാരണമാണ്. And this is what he wanted. I wanted to become like God. I wanted control. I want to become like God. I want knowledge. I want everything. ഇത് തന്നെയായിരുന്നു പിശാചിനും വേണ്ടിയിരുന്നത്. ദൈവത്തെ പോലെ ആകണം, എനിക്ക് സകലവും നിയന്ത്രിക്കണം, എനിക്ക് ആ അധികാരം വേണം, ഇങ്ങനെയൊക്കെ. And that's why 1 John chapter 2 verse 15 to 17, John the beloved was John the apostle was reminding us and telling, love not the world or the things of the world. അതുകൊണ്ടാകുന്നു 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ ഇവിടെ പറയുന്നത്, യോഹന്നാൻ പറയുന്നത്, അതായത് നിങ്ങൾ ലോകത്തിന്റെ കാര്യങ്ങളെ അല്ല സ്നേഹിക്കേണ്ടത്. Don't love the world or the ways of the world or the things of the world. Don't fall in love with it. ലോകത്തെയും ലോകത്തിലുള്ളതൊന്നിനെയും സ്നേഹിക്കരുത്. Because if anyone loves the world, the love of the Father has not encountered us. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. Anyone who has loved the Father cannot love the world. പിതാവിനെ സ്നേഹിച്ചിരിക്കുന്ന, Who has encountered the love of the Father cannot love worldly things. പിതാവിന്റെ സ്നേഹം അനുഭവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ലൗകികമായുള്ള കാര്യങ്ങളോട് താല്പര്യം അല്ലെങ്കിൽ സ്നേഹം ഉണ്ടാകുവാൻ കഴിയില്ല. We will live in the world. നാം ഈ ലോകത്തിൽ ജീവിക്കും. We will love the people of the world. ഈ ലോകത്തിലുള്ള വ്യക്തികളെ സ്നേഹിക്കും. But we cannot love the ways of the world. എന്നാൽ ലോകത്തിന്റെ വഴികളെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല. Because we cannot become like them. കാരണം നമുക്ക് ഒരിക്കലും അവരെ പോലെ ആകുവാൻ കഴിയുകയില്ല. The Bible says, do not be, because the world and its lust thereof is passing, but he who does the will of God shall abide forever. തിരുവചനം പറയുന്ന ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. He who does God's will is going to have eternal life. Hallelujah. ചെയ്യുന്നവനോ അവന് നിത്യജീവൻ ഉണ്ടാകും. Eternal life connected to God's will. ദൈവഹിതവും നിത്യജീവനും ബന്ധപ്പെട്ടിരിക്കുന്നു. Imagine your eternity is connected to God's will. നിങ്ങൾ ചിന്തിച്ചാട്ടെ, നിങ്ങളുടെ നിത്യത എന്ന് പറയുന്നത് ദൈവഹിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. I know many parents, you may have told your children, study for your exam, otherwise tomorrow you will beg. എനിക്കറിയാം പല മാതാപിതാക്കളും മക്കളോട് പറഞ്ഞിട്ടാകാം, നീ പരീക്ഷയാണ് നന്നായി പഠിക്കണം, ഇല്ലെങ്കിൽ നാളെ നീ ഭിക്ഷ എടുക്കേണ്ടി വരും. The Lord as our Father is telling us the same thing. Do well with our life in the wilderness, otherwise tomorrow we will have no rewards in glory. അത് തന്നെയാകും നമ്മുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നമ്മളോട് പറയുന്നത്. ഈ മരുഭൂയാത്രയിൽ നിങ്ങൾ നന്നായി ജീവിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വളരെ കുറവായിരിക്കും. The purpose of God is the primary thing why God wants us to pass through the wilderness. ഈ മരുഭൂയാത്രയിലൂടെ നാം കടന്നു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതിന്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. Man is constantly craving for what he wants. മനുഷ്യൻ എല്ലായ്പ്പോഴും തനിക്ക് വേണ്ടതിനെ ഏറെ ആഗ്രഹിക്കുന്നു. Our challenge is craving for what provision without knowing purpose. പദ്ധതി അറിയാതെ നമുക്ക് വേണ്ട കാര്യങ്ങളോടുള്ള അമിത ആഗ്രഹമാകും നമ്മുടെ പ്രശ്നം. When I was a young Christian, I always wanted to be the leader of the fellowship. ഞാനൊരു യുവാവായിരുന്നപ്പോൾ ആ കൂട്ടായ്മയുടേതായിട്ടുള്ള ലീഡർ ആകണം എന്നുള്ളത് എനിക്ക് എപ്പോഴും, Somehow I must become leader. എനിക്ക് എങ്ങനെയെങ്കിലും അതിന്റെ നേതാവാകണം. And then God allowed me to go through pains of leadership, rejection, being thrown out, being slandered, being misunderstood, and all of that. അതിനുശേഷം ദൈവം ആ നേതൃത്വത്തിന് തന്നെ വേദനയിലേക്ക് എന്നെ നയിക്കുവാനിടയായി. തിരസ്കരിക്കപ്പെടുന്നതായിട്ടുള്ള, കുറ്റം പറയപ്പെടുന്നതായിട്ടുള്ള, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആ ഏകാന്തത, അങ്ങനെ പലവിധമായിട്ടുള്ള പ്രയാസങ്ങളിലൂടെ. Craving for the position without knowing the purpose of God's plan for that. ദൈവത്തിൻ്റെതായിട്ടുള്ള പദ്ധതി അറിയാതെ എന്നാൽ ആ സ്ഥാനം വേണമെന്നുള്ള വലിയ ആഗ്രഹം. But God is saying, Amos 2 and verse 10. എന്നാൽ ആമോസിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 10-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. Very powerful verse, Amos 2 and verse 10. ആമോസിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 10-ാമത്തെ വാക്യം. The Bible says, it was I who brought you up from the land of Egypt. ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു
പുറപ്പെടുവിച്ചു. And I led you in the wilderness 40 years, ഞാൻ നിങ്ങളെ 40 സംവത്സരം മരുഭൂമിയിൽ കൂടി നടത്തി, that you may take possession of the land. ആ ദേശത്തെ കൈവശമാക്കേണ്ടതിന്. Hallelujah. Hallelujah. We sang with emotions a little while ago. നാം ഇപ്പോൾ അല്പം മുമ്പാകെ വലിയ വികാരത്തോടെ നാം പാടി. We are waiting for that land. ഞങ്ങൾ ആ ദേശത്തിനു വേണ്ടി കാത്തിരിക്കുന്നു. God is saying, I brought you out of a land of Egypt and led you in this wilderness these years so that you can live right and you can take possession of the promises of God for eternity. ദൈവം പറയുകയാണ്, നിങ്ങളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് ഞാൻ ഇത്രയും കാലം നിങ്ങളെ ഈ മരുഭൂമിയിലൂടെ നടത്തിയത് നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ നിങ്ങൾ പ്രാപിക്കുവാൻ തന്നെയാണ്. Hallelujah. Hallelujah. It is by grace we have been brought out of Egypt. കൃപയാലാകുന്നു നാം മിസ്രൈമിൽ നിന്ന് ദൈവം നമ്മെ പുറത്തു That കൊണ്ടുവന്നിരിക്കുന്നത്. same grace is available to help us finish well in the wilderness. അതേ കൃപ തന്നെ ഈ മരുഭൂയാത്ര നന്നായി അവസാനിപ്പിക്കുവാൻ നമ്മോട് കൂടെയുണ്ട്. A wilderness is a place of lack. മരുഭൂമി എന്ന് പറയുന്നത് കുറവിൻ്റെതായിട്ടുള്ള സ്ഥലമാണ്. So when we are living in this life, there will be lack. അതുകൊണ്ട് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് കുറവുകൾ ഉണ്ടാകും. Everyone does not have everything. എല്ലാവർക്കും എല്ലാം ഉണ്ടാകുകയില്ല. Even the richest people on earth lack things. ഏറ്റവും ധനികർക്ക് പോലും ഇല്ലായ്മയുണ്ട്. If you ask them, they will say, we don't have time. അവരോട് ചോദിച്ചാൽ പറയുന്നത് അവർക്ക് സമയമില്ലെന്ന്. Those who have time, they will say, we don't have work. അപ്പോൾ സമയമുള്ളവരോട് ചോദിച്ചാൽ പറയുന്നത് ഞങ്ങൾക്ക് വേലയൊന്നുമില്ല. Those who have work and time, they don't know what to do with their work, how to work properly maybe. അല്ലെങ്കിൽ സമയമുണ്ട് വേലയുമുണ്ട്, അവരോട് ചോദിച്ചാൽ അവർക്ക് എങ്ങനെ ജോലി ചെയ്യണമെന്ന് Maybe അറിയുകയില്ല. those that have a house don't have a watchman to take care of the house. ഭവനമുള്ളവർക്ക് ഭവനം ശരിക്ക് കൈകാര്യം ചെയ്യാനായിട്ട് വാച്ച്മാൻ ഇല്ല. Those who have wealth don't know how to keep it safe. ധനമുള്ളവർക്ക് എങ്ങനെ അത് സുരക്ഷിതമായി വെക്കണമെന്ന് അറിയുകയില്ല. In this wilderness, there will be trouble. ഈ മരുഭൂമി യാത്രയിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ടാകും. So if you're looking for a life without trouble, it is not there on this side of eternity. അതുകൊണ്ട് നിങ്ങൾ പ്രശ്നങ്ങളില്ലാത്തതായിട്ടുള്ള ജീവിതമാകുന്നു അന്വേഷിക്കുന്നെങ്കിൽ അത് നിത്യതയുടെ ഈ വശത്തല്ല ഉള്ളത്. Can I hear an amen? ആമേൻ കേൾക്കാമോ? Now you might say, Pastor, is that there in the Bible? അത് തിരുവചനത്തിൽ ഉണ്ടോ എന്ന് പാസ്റ്റർ It is ചോദിക്കുകയാണ്. there. Jesus said, in this world you will have trouble, but be of good cheer. I have overcome the world. യേശു പറയുകയാകുന്നു, ഈ ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, എന്നാൽ നിങ്ങൾ ധൈര്യമായിരിക്കുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. So listen to me. Don't come to church to have a trouble-free life. Come to church to live a spirit-filled life. അതുകൊണ്ട് സഭയിലേക്ക് വരുന്നത് പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതത്തിന് വേണ്ടിയല്ല, എന്നാൽ ആത്മനിറവുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയാകും. The best people in the world have trouble. ഈ ലോകത്തിലെ ഏറ്റവും മികച്ചവർക്ക് പ്രശ്നങ്ങളുണ്ട്. So when you go through the wilderness, അതുകൊണ്ട് നിങ്ങൾ മരുഭൂമിയിലൂടെ പോകുമ്പോൾ there is a deprivation. അവിടെ തീർച്ചയായിട്ടും ഒരു ക്ഷാമത്തിന്റെ അല്ലെങ്കിൽ കുറവിന്റെ അനുഭവമുണ്ട്. There is a lack. ഒരു കുറവുണ്ട്. And so God allows us to go through that. അതുകൊണ്ട് നാം അതിലൂടെ കടന്നു പോകുവാൻ ദൈവം അനുവദിക്കുന്നു. But they that put their trust in the Lord, എന്നാൽ യഹോവയിൽ ആശ്രയിക്കുന്നവർ in the wilderness where there is a deprivation, God also makes a provision. അവിടെ മരുഭൂമിയിൽ അവിടെ കുറവിന്റെ അനുഭവം ഉള്ളപ്പോഴും കർത്താവിന്റെ കരുതൽ അനുഭവിക്കുവാൻ It കഴിയും. is in that context in Deuteronomy 8, അതേ പശ്ചാത്തലത്തിലാകുന്നു, അതായത് ആവർത്തന പുസ്തകത്തിന്റെ 8-ാം അധ്യായം, when Israel didn't have food in the wilderness. ഇസ്രായേലിന് മരുഭൂമിയിൽ ഭക്ഷണമില്ലാതിരുന്നപ്പോൾ The Bible says, God says, I opened the heaven and gave you manna so that you will know that man shall not live by bread alone. തിരുവചനം പറയുന്നത്, ആ സമയത്താകുന്നു ഞാൻ സ്വർഗം തുറന്ന് നിങ്ങൾക്ക് മന്ന തന്നത്, അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകുവാനായിട്ട് മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, But by every word that comes from the mouth of God. എന്നാൽ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട്. Jesus went through deprivation, യേശു അപ്രകാരമുള്ള കുറവിന്റെ അനുഭവത്തിലൂടെ and he പോയി. saw provision, യേശു കരുതൽ കാണുകയുണ്ടായി. and then God took him from there to purpose. അതിനുശേഷം യേശു പദ്ധതിയിലേക്ക് നയിക്കുകയുണ്ടായി. Every time God gives a provision, ഓരോ തവണയും ദൈവം കരുതൽ നൽകുമ്പോൾ I want you to know it's because there is a purpose. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, അതൊരു പദ്ധതി ഉള്ളതുകൊണ്ടാകും. If there's food on your table today, ഇന്ന് നിങ്ങളുടെ മേശമേൽ ഭക്ഷണമുണ്ടെങ്കിൽ God has a purpose for your life. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചൊരു പദ്ധതിയുണ്ട്. Hallelujah. ഹല്ലേലൂയ. If there's provision in your life today, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ദൈവത്തിന്റെ കരുതൽ ഉണ്ടെങ്കിൽ God has a purpose for your life. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചൊരു പദ്ധതിയുണ്ട്. He is the bread of life. ദൈവം ജീവന്റെ അപ്പമാകും. He is the living water. യേശു ജീവനുള്ള ജലമാകും. Today I've come to tell you, man shall not live by bread alone, ഇന്ന് ഞാൻ നിങ്ങളോട് ഇത് പറയുവാൻ വന്നിരിക്കുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, but by every word that comes from the mouth of God. എന്നാൽ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും. Let us not live by
provision alone. നാം ഈ കരുതൽ കൊണ്ട് മാത്രം ജീവിക്കാതെ Let us live by God's instruction. നാം ദൈവത്തിന്റെ പ്രമാണങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നവരാകണം. Not by provision alone, നാം ദൈവത്തിന്റെ കരുതൽ കൊണ്ട് മാത്രമല്ല, but by God's instruction. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനകളെ മാനിച്ചു. Today this word of God is alive and active. ഇന്ന് ഈ ദൈവവചനം വളരെ ജീവനുള്ളതും ചൈതന്യമുള്ളതും സജീവമായതുമാകുന്നു. That word is piercing into our heart. ആ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കയറുകയാണ്. The Lord is reminding us, let us not live by bread alone. Let us not be worry about what we'll eat or drink. ദൈവം നമ്മോട് പറയുന്നത് നാം ഇപ്രകാരമുള്ള അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കേണ്ടത്, നാം എന്ത് കുടിക്കും എന്ത് ഭക്ഷിക്കും എന്നുള്ളതിനെ കുറിച്ച് നാം ഭാരപ്പെടരുത്. But in a time of deprivation, if God has given provision, it's because God has a purpose for our life. എന്നാൽ കുറവിൻ്റെതായുള്ള അനുഭവത്തിൽ ദൈവം കരുതിയിരിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്തിന് നമ്മെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. Let us respond by filling our heart with God's word. ദൈവ വചനത്താൽ നമ്മുടെ ഹൃദയത്തെ നിറച്ച് നമുക്ക് ഇതിനോട് പ്രതികരിക്കാം. Not the words of the world, but the words of God. ലോകത്തിന്റെ വാക്കുകളല്ല, എന്നാൽ ദൈവത്തിന്റെ വാക്കുകൾ. Father, we are asking in Jesus' mighty name. പിതാവേ, യേശുവിന്റെ ബലമുള്ള നാമത്തിൽ ഞങ്ങൾ Your ചോദിക്കുന്നു. word is alive and active, sharper than any two-edged sword. അങ്ങയുടെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതാകുന്നു, ഇരുവായ് തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാകുന്നു. As we're living in the wilderness, we want to allow the sword of your word to work in our heart. കർത്താവേ, ഞങ്ങൾ മരുഭൂയാത്രയിലായിരിക്കുമ്പോൾ കർത്താവേ അങ്ങയുടേതായിട്ടുള്ള ആ വാളാകുന്ന വചനം ഞങ്ങൾ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. That this wilderness time is to search our heart, that we will be ready for eternity. ഈ മരുഭൂമിയിലുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഹൃദയത്തെ അറിഞ്ഞ് ഞങ്ങൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ കാരണമാകുന്നു. And when you search our heart and when we have deprivation, God, you are a God of all provision. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് പരിശോധിക്കുമ്പോൾ ഞങ്ങളുടെ കുറവിന്റെ മധ്യേ അങ്ങ് ഞങ്ങളെ കരുതുന്ന ദൈവമാകുകയാണ്. So Father, we don't want to have anything that you don't want us to have. കർത്താവേ, അങ്ങ് ആഗ്രഹിക്കാത്തതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. Lord, don't make us wealthy if you don't want us to have it, but if you make us wealthy, we don't want to live a life without a purpose for that wealth. അതുകൊണ്ട് പിതാവേ, അങ്ങ് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ഞങ്ങളെ ധനികരാക്കരുതേ, എന്നാൽ അങ്ങ് ഞങ്ങൾക്ക് സമൃദ്ധി നൽകുന്നുവെങ്കിൽ അങ്ങയെ മറക്കാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. Lord, help us to do something with our lives, കർത്താവേ, ഞങ്ങളുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ചെയ്യുവാൻ ഞങ്ങളെ that സഹായിക്കണം. we will finish well and we will hear, well done, my good and faithful servant. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഞങ്ങളുടെ ഓട്ടത്തെ തീർത്ത് നല്ലവനും വിശ്വസ്തനുമായുള്ള ദാസനെ എന്ന് കേൾക്കുവാൻ ഞങ്ങൾക്ക് ഇടവരട്ടെ. We give our lives into your hands. ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. In Jesus' mighty name. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ തന്നെ. Everybody agreed and said aloud, amen. ഉറക്കെ ഒരു ആമേൻ പറഞ്ഞു. Amen. God bless you. ആമേൻ. Hallelujah. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.